ഈശോയിലെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള മെത്രാഭിഷേകത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാനുള്ള ദൈവാനുഗ്രഹവും മഹാഭാഗ്യവും ലഭിച്ച തോമസ് പിതാവെ, വാത്സല്യമുള്ള ബഹുമാനപ്പെട്ട വന്യപിതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, പ്രിയങ്കരനായിട്ടുള്ള പിതാവിൻ്റെ കുടുംബാംഗങ്ങളെ, ഒരുപാട് ഇഷ്ടത്തോടും വാത്സല്യത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ സുവിശേഷ സന്ദേശത്തിന് ഇവിടെ സന്നിഹിതനാകുന്നത്. കോതമംഗലം രൂപതയുടെ അഭിമന്യ പിതാവ് ഇക്കാര്യത്തിൽ എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സിറോ മലബാർ സഭയ്ക്ക് ഒരുപാട് അഭിമാനത്തിനും ആനന്ദത്തിനും അവസരമൊരുക്കുന്ന ഒരു മുഹൂർത്തമാണ് തോമസ് തിരുതാളി പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുക. അവസരത്തിൽ ഞാൻ ഇവിടെ സന്നിഹിതനാകാൻ അവസരമൊരുക്കുക. 2010 ഞാനൊരു മെത്രാനായത്. ആ വർഷം തന്നെ ഞങ്ങൾ മാർപ്പാപ്പയെ കാണാനായിട്ട് പോയപ്പോൾ മാർപ്പാപ്പ സിറോ മലബാർ സഭയെ കുറിച്ചിട്ട് അഭിമാനത്തോടുകൂടെ ഞങ്ങൾ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയ ബലം നിങ്ങളുടെ കുടുംബങ്ങൾ നടത്തുന്ന കുടുംബ പ്രാർത്ഥനയാണ്. സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബങ്ങൾ സായം കാലങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് കൊന്ത നമസ്കാരം ചെല്ലുകയും, എനിക്ക് തോന്നുന്നു ലോകത്തിൽ വേറെ ഒരിടത്തും നിർബന്ധമായിട്ടും കുടുംബ പ്രാർത്ഥന കഴിയാതെ അത്താഴം കഴിക്കുന്ന പതിവ് നമ്മുടെ സഭയിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ വളരെ കണിശമായിരുന്നു. ആകെ കൂടെ ദുഃഖവെള്ളിയാഴ്ച മാത്രമാണ് കുടുംബ പ്രാർത്ഥന ഇല്ലാത്തത്. അന്ന് പള്ളിയിൽ രാവിലെ തൊട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും പോയി ഈ പീഡാനുഭവ പരിഹാര കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി നഗരി കാണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് അവശരായിട്ട് വരിക. അപ്പം അന്ന് ഞാൻ അമ്മോട് ചോദിക്കാറുണ്ട്, അമ്മ ഇന്ന് എന്താ കുടുംബ പ്രാർത്ഥന ഇല്ലേ? അമ്മ പറഞ്ഞു, ഈശോ മരിച്ചു കിടക്കല്ലോ പോലെ കേൾക്കില്ല. എത്രയോ വ്യത്യസ്തമായിട്ടൊരു ദൈവശാസ്ത്രമാണ് നമ്മുടെ കാരണവന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്, നിങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയോട് കാണിക്കുന്ന വലിയ ആഭിമുഖ്യമാണ്. പരിശുദ്ധ പിതാവ് രണ്ടാമത് പറഞ്ഞത്, നിങ്ങളുടെ ജനം അനുദിന ദിവ്യബലിക്ക് കാണിക്കുന്ന വലിയ ആവേശമുണ്ട്. എനിക്ക് തോന്നുന്ന ലോകത്തിൽ ഒരിടത്തുണ്ടാവില്ല. എന്തെങ്കിലും സമയം നമുക്ക് ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാന കാണാതെ നമ്മൾ ഒരു ദിവസം ആരംഭിക്കില്ല. നമ്മുടെ ഒരു വലിയ പാരമ്പര്യമാണത്. മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം, ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾ ലാറ്റിൻ സഭയിൽ ഇന്ത്യയിലെ മിഷണറിമാരെ കൊടുക്കാൻ കാണിച്ച ഔദാര്യം, അത് അതിർത്തികളില്ലാത്ത ഔദാര്യമാണ്. നമ്മുടെ സഭയ്ക്ക് കേരളത്തിന് പുറത്തോട്ട് ജൂറിസ്ഡിക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷനൊക്കെ വന്നത്. അത് തടസ്സപ്പെട്ട് കിടക്കുമ്പോഴും നമ്മുടെ മിഷണറിമാർ, നമ്മുടെ യുവതി യുവാക്കളെ ലാറ്റിൻ സഭയോട് കരകോർക്കാനായിട്ട് നമ്മുടെ സഭ കാണിച്ചിട്ടുള്ള ഒരു വലിയ ഔദാര്യം, ഞാൻ പറയും അത് ഒരു മിഷണറി ജ്വലനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നമുക്ക് ഇന്ത്യ മുഴുവനും അവകാശമുണ്ട്. നമ്മൾ മിഷൻ പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്.
ഞാനിത് പറഞ്ഞത് സീറോ മലബാർ സഭയിൽ നിന്നുള്ള നമ്മുടെ മക്കൾ ലാറ്റിൻ സന്യാസ സമൂഹങ്ങളിലും ലാറ്റിൻ രൂപതകളിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ വേറിട്ട് കാണുന്നതിനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ്. തിരുതാളി പിതാവ് വളരെ കൊച്ചായിരിക്കുമ്പോൾ നാടുവിട്ടാളാണ്. മലയാളം പോലും അദ്ദേഹത്തിന് സ്ഫുടമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കുറവായിട്ട് അദ്ദേഹം കാണുന്നില്ല. ഒരു നാടിനോട് അദ്ദേഹം തൻ്റെ സ്വത്വം തന്നെ സാരൂപ്യപ്പെടുത്തിയ ആളാണ്. ഹിസ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് എ മലയാളി ഐഡൻറ്റിറ്റി. ഹിസ് ഐഡൻറ്റിറ്റി ഈസ് എൻ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ബെരാം, വിത്ത് ഒറീസ, വിത്ത് കട്ടാക് മെഷീൻ. സ്നേഹമുള്ള തിരുതാളി പിതാവിൻ്റെ ജൂബിലി കോതമംഗലം രൂപതയിലെ അദ്ദേഹത്തിൻ്റെ മാതൃ രൂപതയിലെ നെസ്റ്റിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തിരുതാളി പിതാവിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നിങ്ങൾ ലാറ്റിൻ രൂപതകളിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരെ കുറിച്ചും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സഭ പടുത്തുയർത്തുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന വലിയ ക്രിയാത്മകമായിട്ടുള്ള സഹകരണത്തെ ഞങ്ങൾ ഇഷ്ടത്തോടുകൂടെ നോക്കി കാണുന്നുണ്ട്. ഒരുപാട് അഭിമാനത്തോടുകൂടെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ജൂബിലിയുടെ അവസരത്തിൽ നിന്ന് വായിച്ച ഒന്നാമത്തെ വായന ലെവായുടെ പുസ്തകത്തിൽ നിന്നാണ്. 7 സാബത്ത് വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന വർഷം കാഹളം മുഴക്കണം. ഈ കാഹളം മുഴക്കുന്ന കാഹളത്തിൻ്റെ പേരാണ് ജൂബൈൽ. ജൂബിലി എന്ന വാക്ക് വരുന്നത് ഈ കാഹളത്തിൽ നിന്നാണ്. നിങ്ങൾ കാഹളം മുഴക്കണം. ഈ കാഹളം നന്ദിയുടെ കാഹളമാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നമ്മളെ ഉപയോഗിച്ച് ദൈവം ചെയ്ത വൻ കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മ മനോഹരമായിട്ടത് പറഞ്ഞു. എല്ലാം ദൈവം ചെയ്തതാണ്. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം ദൈവം ചെയ്തതാണ്. ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തിരുതാളി പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ ഗോൾഡൻ ജൂബിലി അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപതയായിട്ടുള്ള കോതമംഗലത്തെ നെസ്റ്റിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ സഭ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ നൽകി അദ്ദേഹത്തെ ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് എടുത്ത് പറയുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ജൂബിലി ആഘോഷിക്കാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ജൂബിലി നന്ദി പറയാനുള്ളൊരവസരമാണ്. നമുക്ക് കുറവുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ കുറവുകൾക്കൊക്കെ അപ്പുറത്ത് ദൈവം നമ്മിലൂടെ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അഭിമന്യ തോമസ് തിരുതാളി പിതാവ് തയ്യാറാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥയുടെ ഒരു ബ്രീഫ് കണ്ടു. കുഞ്ഞു ചെറുപ്പത്തിൽ ഇവിടുന്ന് പോയിട്ട് ഈ നാടിൽ നിന്ന് അദ്ദേഹം ഒറീസായുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ എല്ലാ മിഷനിലും ജോലി ചെയ്ത് CM കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ തൻ്റെ സ്വന്തം വീടും നാടും തൻ്റെ സത്വവും തൻ്റെ ദൗത്യവും ഒക്കെ കണ്ടെത്തി. ഒരുപക്ഷെ അതൊരു ഇൻകാർണേഷനാണ് ഞാൻ പറയുന്നത്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മറ്റൊരു പ്രതീകമാണത്. സ്വന്തം നാട് വിട്ട്, സ്വന്തം വീട് വിട്ട്, സ്വന്തം ഭാഷ വിട്ട്, സ്വന്തം ബന്ധുക്കളെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു വലിയ കെനോസിസ് ഉണ്ട്. ആ കെനോസിസാണ് പൗരോഹിത്യം. ആ കെനോസിസിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത്
പ്രതിഫലിക്കുന്ന ആനന്ദം മുഴുവൻ സുരക്ഷിതത്വത്തിൽ നിന്ന് കിട്ടിയ ആനന്ദമല്ല. ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവിലെ, ഒരുപാട് അരക്ഷിതത്വത്തിൻ്റെ വേളകളിലൊക്കെ ദൈവത്തിൻ്റെ കൈകളിലെ ഉപകരണമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന സംതൃപ്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം കാഹളം മുഴക്കുകയാണ്. നിങ്ങളെയൊക്കെ വിളിച്ച് അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ കൈകളിലെ ഒരു ഉപകരണമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, ഞാൻ അതിൽ ഒരുപാട് ആനന്ദിക്കുന്നു. ദൈവം എന്നിലൂടെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ കഴിവുകൊണ്ട് ചെയ്തതല്ല, ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എന്നിലൂടെ ചെയ്തതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടിട്ട് അനുകമ്പ തോന്നി. എൻ്റെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഇവർക്ക് നമ്മൾ എവിടുന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? അവിടെ കയ്യിലെ സാമ്പത്തികം വളരെ കുറവായിരുന്നു. ആകെ ബർത്തലോമിയും ഫിലിപ്പോസാണ് പറഞ്ഞത്, ഇവിടെ ഒരു പയ്യൻ്റെ കയ്യിൽ 5 മീനുണ്ട്. അത് എന്ത് ആകാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. 5000 പുരുഷന്മാർ തന്നെയുണ്ട്, ഇരട്ടി സ്ത്രീകളുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് എന്താകാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷെ കർത്താവ് അത് ചോദിച്ചു, ആ കുഞ്ഞത് കൊടുത്തു. കർത്താവ് അതെടുത്ത് ഉയർത്തി, അതെടുത്ത് വാഴ്ത്തി, അതെടുത്ത് മുറിച്ചു. എല്ലാവരും പന്തികളിൽ ഇരുത്തി, എല്ലാവരും ഭക്ഷിച്ച് ഇനി ആർക്കും ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ബാക്കി വന്നത് ശേഖരിച്ചു. അത് 12 കൊട്ട നിറയുണ്ടായിരുന്നു. 12 കൊട്ട നിറയുണ്ടായിരുന്നു. ഞാൻ ഒരു കമന്ററി വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ 12 കൊട്ട 12 അപ്പസ്തോലന്മാരുടെ പ്രതീകങ്ങളാണ്. ഞാനും നിങ്ങളും നമ്മുടെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും മുറിച്ചു പങ്കിട്ടപ്പോൾ നടന്ന അത്ഭുതങ്ങളാണ് നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ജീവിതത്തിൻ്റെ കഥ. തിരുനാൾ പിതാവിൻ്റെ കഥയും അത് തന്നെയാണ്. പിതാവ് 5 അപ്പവും 2 മീനും കൊടുത്ത കുഞ്ഞിനെ പോലെയായിരുന്നു. കർത്താവ് അതെടുത്ത് ഉയർത്തി, കർത്താവ് അതെടുത്ത് വാഴ്ത്തി, കർത്താവ് അതെടുത്ത് മുറിച്ചു. 2 രൂപതകളിൽ അദ്ദേഹം ദീർഘകാലം ജോലി ചെയ്തു. ബരാമ്പൂറും ബാലസൂറും 2 രൂപതകളും ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ആരംഭിച്ചവയാണ്. ഇന്ന് അതെല്ലാം ഞാൻ അവിടെയൊക്കെ പോയതുകൊണ്ട് പറയുകയാണ്, എല്ലാ സംവിധാനങ്ങളുള്ള വളരെ സുഗമമായിട്ട് നമുക്ക് നടത്താവുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിയ രൂപതകളാണ്. പക്ഷെ അതിൻ്റെ ആരംഭകാലത്ത് 5 അപ്പവും 2 മീനും കൊടുത്ത കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ കൈകളിലെ ഉയർത്തപ്പെടാനും വാഴ്ത്തപ്പെടാനും മുറിക്കപ്പെടാനും കാരണമായി. ഇത് നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ദൗത്യമാണ്. ഞാനും നിങ്ങളും എല്ലാം തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നത് മുറിക്കപ്പെടാനാണ്. ഫുൾട്ടൻ ജീഷ്യൻ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട് പൗരോഹിത്യത്തെക്കുറിച്ച്. മുറിക്കപ്പെടാത്തതാണ് പൗരോഹിത്യത്തിലെ തിന്മ. മുറിക്കപ്പെടാനുള്ള വിളിയാണ് പൗരോഹിത്യത്തിൻ്റെ വെല്ലുവിളി. മുറിക്കപ്പെടാതെ മാറ്റിവെക്കുന്നത്. ഫുൾട്ടൻ ജീഷ്യൻ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഒരച്ഛൻ മരിക്കുമ്പോൾ ആർക്കും കൊടുക്കാതെ അദ്ദേഹം ബാക്കി വയ്ക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ്. ഒരച്ഛൻ മരിക്കുമ്പോൾ ആർക്കും കൊടുക്കാതെ ബാക്കി വെച്ചതാണ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അദ്ദേഹത്തിന് പോകാനുള്ള ടിക്കറ്റ്. ഒരുപക്ഷെ തിരുനാൾ പിതാവ്, നിങ്ങൾ മിഷണറിമാരൊക്കെ അഭിമാനത്തോടുകൂടെ ഞങ്ങൾ പറയും, നിങ്ങൾ നാട് വിട്ടവരാണ്, വീട് വിട്ടവരാണ്, വെല്ലുവിളികൾ ഏറ്റെടുത്തവരാണ്, പ്രതിസന്ധികളുടെ നടുവിൽ ജോലി ചെയ്തവരാണ്. നിങ്ങൾ മുറിക്കപ്പെട്ട അപ്പങ്ങളാണ്, നിങ്ങൾ ചിന്തപ്പെട്ട രക്തമാണ്. നിങ്ങളിലൂടെയാണ് സഭ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂബിലി നന്ദി പറയാനുള്ളൊരു വലിയ സന്ദർഭമാണ്. ജൂബിലി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുറവുകൾക്ക് മാപ്പ് ചോദിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. തിരുനാൾ പിതാവ്
ഒരുപാട് നന്മ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾക്കൊക്കെ തമ്പുരാൻ്റെ മുൻപിൽ മാപ്പ് ചോദിക്കാനും പരിഹാരം ചെയ്യാനുള്ളൊരു അവസരമാണ് ജൂബിലി. ജൂബിലിയുടെ രണ്ടാമത്തെ നിയോഗം അതാണ്. ജൂബിലി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ either by commission or by omission നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ പോയതിൽ നമുക്ക് ദൈവത്തോട് സ്വസ്ഥമായിട്ട് മാപ്പ് ചോദിക്കാൻ, ദൈവമേ തെറ്റിപ്പോയതാണ്, ദൈവമേ ഞാൻ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഞാൻ കുറെ കൂടെ കാഴ്ചപ്പാടോടെ ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ട് ജൂബിലിയുടെ രണ്ടാമത്തെ നിയോഗം കുറവുകൾക്ക് മാപ്പ് ചോദിക്കലാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവ് ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ, നമുക്ക് അഭിമാനമുള്ള ആനന്ദം നൽകുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടുത്തരവാദിത്തങ്ങളാണ്. മൂന്നാമതായിട്ട് ജൂബിലി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നൊരുക്കമാണ്. പ്രത്യേകിച്ച് ഗോൾഡൻ ജൂബിലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അതൊരു മുന്നൊരുക്കമാണ്. നമ്മുടെ യാത്ര അവസാനിക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു മുന്നൊരുക്കം. നമ്മൾ ഇനി ഒരുങ്ങേണ്ടത് ഈ ഭൂമിയിലെ വ്യാപാരങ്ങളിലും വ്യഗ്രതകളിലും അല്ല, സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ മുന്നൊരുക്കം. ഒരുപക്ഷെ കൂടുതൽ പ്രാർത്ഥന കൊണ്ട്, കൂടുതൽ പരിത്യാഗമുണ്ട്, കൂടുതൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ ഇടയാകട്ടെ. കൊച്ചു ത്രേസ്യയെ കുറിച്ചിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫ്രാൻസിസ് സേവിയറാണ് മിഷൻ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സ്വർഗീയ മധ്യസ്ഥൻ. പക്ഷെ അതേസമയം തന്നെ കൊച്ചു ത്രേസ്യയും മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണ്. പരിശുദ്ധ പിതാവ് പറയുന്നു, കാലുകൊണ്ടോടി കൈകൊണ്ട് പറന്ന ഫ്രാൻസിസ് സേവിയർ, കാലുകൊണ്ട് ഓടുകയും കൈകൊണ്ട് പറക്കുകയും ചെയ്ത ഫ്രാൻസിസ് സേവിയർ. എന്നാൽ കൊച്ചു ത്രേസ്യ തൻ്റെ രോഗാവസ്ഥയിൽ കിടന്ന് പ്രാർത്ഥിച്ച് തൻ്റെ സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ കർത്താവിൻ്റെ മിഷന് വേണ്ടി കൊടുത്തവൾ. ഒരുപക്ഷെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന തിരുനാളിൽ പിതാവിൻ്റെ അടുത്ത നിയോഗം കൊച്ചു ത്രേസ്യയുടെ നിയോഗമാണെന്ന് ഞാൻ പറയുക. ഒരു മുന്നൊരുക്കം. കർത്താവിൻ്റെ നാട്ടിലേക്ക് എന്നാണോ കർത്താവ് വിളിക്കുന്നത് അവിടെ എത്തിപ്പെടുന്നത് വരെ കർത്താവിൻ്റെ നാട്ടിലേക്ക് പോകാൻ, കർത്താവിനെ കാണാൻ ഒരുങ്ങുന്ന ഒരു താമസനെ പോലെ, ഒരു സ്വാത്വികനെ പോലെ പിതാവ് ഒരുപാട് മിഷന് വേണ്ടി ചെയ്തു. ഇനിയും പിതാവിനുള്ളത് മുഴുവൻ മിഷനുള്ളതാണ്. പിതാവിന് വേറെ ആർക്കും ഒന്നും കൊടുക്കാനില്ല, മിഷന് വേണ്ടി തന്നെയാണ്. ഇനിയുള്ള അവസാന കാലഘട്ടങ്ങളും മിഷനെ സ്നേഹിച്ചും മിഷന് വേണ്ടി പ്രാർത്ഥിച്ചും പിതാവ് തൻ്റെ സ്വർഗീയ യാത്രയ്ക്ക് ഒരുങ്ങാനുള്ള അവസരമാണ് ഗോൾഡൻ ജൂബിലി. ഇനി എത്ര കാലം ദൈവം കൊടുക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. എത്ര കൊടുത്താലും അതെല്ലാം തന്നെ തൻ്റെ യാത്ര സുരക്ഷിതമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാനുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളും വ്യാമങ്ങളുമായിട്ട് നമുക്ക് മാറണം. തിരുനാൾ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനിങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ തിരുനാൾ പിതാവിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് കണ്ടത് പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് പരിശുദ്ധ അമ്മയോടാണ്. അമ്മയെക്കുറിച്ചിട്ട് ലൂക്കായുടെ സുവിശേഷം പറയുന്നത് പോലെയുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം 3 കാര്യങ്ങൾ ചെയ്തതായിട്ട് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 3 തിരുനാളിൻ പിതാവ് ഈ കൊല്ലങ്ങളിലൊക്കെ ചെയ്തത്. തിടുക്കത്തിൽ യാത്ര ചെയ്തു, ഒരു നിമിഷം കളയാതെ മേരി ഇൻ ഹേസ്റ്റ്, തിടുക്കത്തിൽ യാത്ര ചെയ്ത മറിയം, അത് തിരുനാളിൻ പിതാവിൻ്റെ വലിയ ഒരു മാതൃകയായിരുന്നു. 2 മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത മറിയം. ഒരുപാട് കാൽവരികൾ, ഒരുപാട് ഗാഗുൽത്താകൾ, ഒരുപാട് പ്രതിസന്ധികൾ, അതിൻ്റെ ഒക്കെ നടുവിലെ ക്ഷമ നശിക്കാതെ, ശാന്തത വിടാതെ തമ്പുരാന്റെ വഴികളിലൂടെ യാത്ര ചെയ്ത പിതാവ്. 3 എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്ന്
3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു. സ്നാപക യോഹന്നാന്റെ ജനനം വരെ തിരുനാൾ പിതാവ് ഒരുപാട് പേർക്ക് ശുശ്രൂഷ ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിലെ സഭയ്ക്ക് മൂലക്കല്ലിടാൻ, സഭ പടുത്തുയർത്താൻ, ധാരാളം ദൈവവിളികളെ സ്വീകരിക്കാൻ, ധാരാളം ദൈവവിളികളെ പരിപോഷിപ്പിക്കാൻ. ഇന്ന് നിങ്ങൾക്കറിയാം, ഒറീസ മിഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇനിയിപ്പോൾ മലയാളികളൊക്കെ ചെന്നില്ലെങ്കിലും ലോക്കൽ വൊക്കേഷൻസ് അവിടെ സമൃദ്ധിയായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. റിലീജിയസ് കോൺഗ്രിഗേഷൻസ് ഒക്കെ എന്നോട് പറയാൻ തുടങ്ങി, നാട്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് സങ്കടമില്ല, പക്ഷെ ഞങ്ങൾക്ക് ലോക്കലായിട്ട് ധാരാളം ദൈവവിളികൾ കിട്ടാൻ തുടങ്ങി. നിങ്ങൾ ഉഴുതു മറിച്ചു, നിങ്ങൾ വിത്തുപാകി, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തു. ഒറീസ മിഷൻ ഒരുപക്ഷെ സിറോ മലബാർ സഭയും മലയാളി വൈദികരും ഫോറിൻ മിഷണറിമാർക്ക് ശേഷം ഏറ്റെടുത്തതാണ്. അത് ഇന്ന് ലോക്കലായിട്ട് ഏറ്റെടുക്കാൻ കഴിവുള്ള മിഷണറിമാരെ നമുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറിയം ശുശ്രൂഷ ചെയ്തതുപോലെ കർത്താവിനോട് നന്ദി പറയാം. എലിസബത്തിൻ്റെ കൂടെ 3 മാസം താമസിച്ചു, സ്നാപക യോഹന്നാന്റെ ജനനം വരെ. ഇന്ന് ഒറീസ മിഷൻ സ്വന്തം കാലിൽ നിൽക്കാൻ മാത്രം വലുതായി കഴിഞ്ഞു. നിങ്ങൾക്ക് അഭിമാനിക്കാം, നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ദൗത്യം പൂർത്തിയാകുകയാണ്. ഒരുപക്ഷെ നമുക്കിനി ഇവിടുന്ന് ദൈവവിളിയിൽ കിട്ടാനുള്ള സാധ്യത കുറയുകയാണ്. ഇന്ന് നമ്മുടെ വീടുകളിലെ വേലയ്ക്ക് ഒറീസയിൽ നിന്ന് ജോലിക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരുപക്ഷെ കേരളത്തിലെ മിഷൻ പ്രവർത്തനങ്ങൾ മതപാലന ശുശ്രൂഷയും നടത്താനായിട്ട് ഒറീസയിലെ മിഷണറിമാരെ വരുന്നൊരു കാലം ദൈവം കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സിറോ മലബാർ സഭയുടെ അഭിമാനവും ആനന്ദവും അറിയിക്കുന്നു. തിരുനാൾ പിതാവിനെ ജൂബിലിയുടെ സർവമംഗളങ്ങളും നേരുന്നു. നിങ്ങളുടെ മാതൃസഭ നിങ്ങളെ വളരെ അഭിമാനത്തോടും ആനന്ദത്തോടും കൂടെ കാണുമ്പോൾ മാതൃസഭയുടെ എല്ലാ നിയോഗങ്ങളും കൂടുതൽ സജീവമാകാനും ശക്തമാകാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും നിങ്ങളുടെയൊക്കെ സഹവാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കരുത്താണ്. നിങ്ങൾ മറ്റു സ്ഥലത്താണ്, മറ്റു റീത്തിലാണ്, ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ സിറോ മലബാറിൻ്റെ അഭിമാനമാണ്, ആനന്ദമാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തിരുനാൾ പിതാവിന് ഹാപ്പി ജൂബിലി, സർവമംഗളങ്ങളും. ഇനിയും ആയുസ്സോടുകൂടി ദൈവത്തിൻ്റെ വേല തുടരാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ